നമസ്കാരം. ഞാൻ പ്രൊഫസർ ഉമാദേവി. ഇന്ന് ഞാനിവിടെ കത്രിക്ക കൊണ്ടുള്ള ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കത്രിക്ക ചുട്ടെടുത്തിട്ടുണ്ട്. ചുട്ടെടുത്തു എന്ന് പറഞ്ഞാൽ ഇത് തീ കനലിലിട്ട്, അടുപ്പിൽ തീയിട്ട് കത്തിച്ച് തീ കനലിലിട്ട് കത്രിക്ക ചുട്ടെടുത്തിരിക്കുകയാണ്. കണ്ടുവല്ലോ. ഇനി ചെറിയ ഉള്ളി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, പുളിവെള്ളം, കായം, ഉപ്പ്, കടുക്, കറിവേപ്പില, കുറച്ച് വെള്ളം. വേറെ ഒരു സാധനവും ഇതിലേക്ക് ആവശ്യമില്ല. കത്തിരിക്ക ചുട്ടെടുത്തതിനെ സൂക്ഷിച്ച് അതിനെ ഒന്ന് പൊളിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ തോലിങ്ങ് വരും. അത് നല്ലതുപോലെ പൊളിച്ചെടുത്തിട്ട് ആണ് പിന്നെയുള്ള കാര്യങ്ങൾ. ഉണ്ടോ? നല്ല എളുപ്പത്തിൽ അതിൻ്റെ ആ തോലിങ്ങ് ഇളകിപ്പോവും. നല്ലതുപോലെ വെന്തിരിക്കുകയാണ് കത്തിരിക്ക. പൊളിച്ചെടുത്ത കത്തിരിക്ക നമുക്ക് ഒന്ന് ഉടച്ചെടുക്കണം. അതിലേക്കായി ഒരു കത്തി കൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കുക. ഇതിനെ ഒന്നുകൂടി ഉടയ്ക്കണമെങ്കിൽ ഒരു ചെറുതായിട്ടൊന്ന് ഞെക്കിയാൽ മതി. അപ്പോൾ കട്ടയില്ലാതെ അത് ഉടഞ്ഞ് കിട്ടും. അങ്ങനെ ഉടച്ചെടുത്ത ഇതിനെ വളരെ എളുപ്പത്തിൽ ഈ കറി ഉണ്ടാക്കാം. നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞത്, അത് ഇത്രയും ക്വാണ്ടിറ്റി വേണം. ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റുക. അത് വഴഞ്ഞ് വരുമ്പോൾ 5 പച്ചമുളക്, ഈ 2 കത്തിരിക്കയ്ക്ക് ആവശ്യമുള്ള സാധനമാണ്. ഒരു 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇടുക. വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഈ പച്ചമുളകും ഉള്ളിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ നമുക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതൊരു നാടൻ വിഭവമാണ്. ഈ നാടൻ വിഭവങ്ങൾക്കൊക്കെ കറിവേപ്പില വളരെ പ്രധാനമാണ്. മല്ലിയിലേക്കാളും അതിന് കൂടുതൽ രുചി കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. ഉള്ളി ഒന്ന് വാടി വരുന്നതേ ഉള്ളൂ. ഉള്ളി കുറച്ചുകൂടി വാടണം. 1 സ്പൂൺ ഉപ്പ് ഈ ഉള്ളിയിലേക്ക് ചേർക്കാം.
ഉള്ളി പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യും, ഉപ്പ് പിടിക്കുകയും ചെയ്യും. ആവശ്യത്തിന് വാടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ചുട്ട കത്തിരിക്ക അതിലോട്ട് ചേർക്കണം. ഇതിലേക്ക് 2 സ്പൂൺ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കായപ്പൊടി, ഇതിനോടൊപ്പം കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഒരു 5 മിനിറ്റ് സമയം ഒന്ന് അടച്ച് വേവിക്കണം. കത്തിരിക്ക ചട്നി ആയിട്ടുണ്ട്. അത് നല്ലതുപോലെ ഇളക്കി ഒരു പാത്രത്തിലേക്ക് അത് മാറ്റാം. ഇത് ഊണിൻ്റെ കൂടെ കഴിക്കാനാണ് ഇത് നല്ലത്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കത്തിരിക്ക ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് ഊണിൻ്റെ കൂടെ വിളമ്പാൻ പറ്റിയ ഒരു സാധനമാണ്.